യേശുനാഥനോടൊപ്പം തപസ്സുകാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും 16 മുതൽ 18 വരെയും ഉള്ള വാക്യങ്ങളാണ്. ഇന്ന് കത്തോലിക്കാ തിരുസഭ ഔദ്യോഗികമായി തപസ്സുകാലത്തിലേക്ക് പ്രവേശിക്കുന്നു. സഭ ഇന്ന് വിഭൂതി ബുധനാഴ്ച കൊണ്ടാടുകയാണ്. ചാരബുധനാഴ്ച. നമ്മുടെ നോമ്പുകാലം ഇവിടെ സമാരംഭിക്കുന്നു. കർത്താവായ യേശുനാഥൻ ദാനധർമ്മത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അന്തസത്ത നമുക്ക് പറഞ്ഞു തരുന്നു. 3 ചിന്തകളിലൂടെ ഈ ധ്യാനത്തിൽ നമുക്ക് നിലകൊള്ളാം. 1. നോമ്പുകാല ക്ഷണം. സത്യാരാധനയിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതാണ് നോമ്പുകാലത്തെ ക്ഷണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സാധ്യമായ ചില അപകടങ്ങളിലേക്കോ ബലഹീനതകളിലേക്കോ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നു. നാം വളരേണ്ട മേഖലകളിലേക്ക് കർത്താവ് സ്വീകരിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ മാർഗനിർദ്ദേശം ആവശ്യമുള്ളതിനാൽ നാം നടക്കേണ്ട വഴിയിൽ താപസച്ചൂടോടെ നമ്മെ നയിക്കുന്ന ആത്മീയ ക്ഷണമാണ് നോമ്പുകാലം. 3 സത്യങ്ങളാണ് ഈ നോമ്പുകാല ക്ഷണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. 1. ദാനധർമ്മം, 2. പ്രാർത്ഥന, 3. ഉപവാസം. ഇവ 3ഉം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും കർത്താവുമായും മറ്റുള്ളവരുമായുമുള്ള ബന്ധത്തിൻ്റെയും സുപ്രധാന വശങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കുന്നതിന് ഈ 3 മേഖലകളെക്കുറിച്ചും അവ എനിക്ക് എന്താണ് അർത്ഥമാക്കുന്നതെന്നും അവ എങ്ങനെ കൂടുതൽ ചൈതന്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുമുള്ള കാലമാണ് നോമ്പുകാലം. 2. എൻ്റെ നോമ്പുകാല ലക്ഷ്യം. ഈ നോമ്പുകാലത്തിൽ എന്താണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്? ആഴത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണോ ഞാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു, കപടഭക്തരെ പോലെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഉപവാസവും പ്രാർത്ഥനയും ബന്ധങ്ങളിലേക്ക് കടന്നു വരാത്ത ആചാരങ്ങളുമായി മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്യുന്നതാണോ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും? ക്രിസ്തു ബന്ധത്തിലേക്ക് നാം കടന്നു വന്നുകൊണ്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതാണ് അത്. അങ്ങനെ ഒരു ദൈവബന്ധത്തിലേക്ക് നാം കടന്നു വരുന്നില്ല എങ്കിൽ അത് അവരുടെ സ്വത്വത്തെ അവർ മറച്ചുവെച്ച് അവർ മുഖം മൂടി അണിഞ്ഞ് ജീവിക്കുന്നു എന്ന് കർത്താവ് പറയുന്നതിന് തുല്യമായി അത് മാറും. അതിനാൽ എന്നിലുള്ള ദൈവത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവ സത്യത്തിലേക്ക് ചേർന്നിരിക്കുന്നതാണ് ഈ നോമ്പുകാലം. ഞാൻ ആയിരിക്കുന്നതിൽ ഞാൻ സംതൃപ്തനായിരിക്കണം. എൻ്റെ മഹനീയമായ വ്യക്തിത്വം ഞാൻ സമ്പാദിക്കുന്നതല്ല, ദൈവം എനിക്ക് നൽകിയ വ്യക്തിത്വമാണ്. അതിനാൽ ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ കൂടുതൽ ആയിത്തീരുന്നതാണ് നോമ്പനുഭവം. എന്നാൽ എൻ്റെ വ്യക്തിത്വം ദൈവത്തിൻ്റെതാണെന്ന ബോധ്യത്തിൽ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ കാലമാണ് ഈ നോമ്പുകാലം. ഈ നോമ്പുകാലത്തിലെ എൻ്റെ പ്രധാന വ്യക്തി യേശുവാണ്. ഈ സത്യം അറിയുന്ന ദൈവം എന്നെ പ്രത്യേകം ക്ഷണിക്കുന്നു. ഞാൻ അത് അനുവർത്തിക്കുമ്പോൾ ദൈവത്താൽ ഞാൻ അനന്തമായി സ്നേഹിക്കപ്പെടുന്നു. 3. അനന്തമായി സ്നേഹിക്കപ്പെടുവാനുള്ള കാലം. കത്തോലിക്ക മതബോധന ഗ്രന്ഥം 1434 പറയുന്നത് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം തന്നോടും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ബന്ധത്തിൽ പരിവർത്തനം വരുത്തുന്ന ദൈവീക ഇടപെടലും നാം ക്രിസ്തു ഇടപെടലിനായി നമ്മെ വിട്ട് കൊടുത്ത് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം അനന്തമായ സ്നേഹാനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്തിൽ നമുക്ക് ഈ സത്യങ്ങളുമായി സാരൂപ്യപ്പെട്ട് ദൈവത്തിൻ്റെതായി മാറാം. ദൈവത്തിന് സർവ്വതിലുമധികം പ്രാധാന്യം കൊടുത്ത് നമ്മുടെ പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ ദൈവത്തിൻ്റെ ഏറ്റവും അരികെ ആയിത്തീരാം. ഏവർക്കും ദൈവാനുഭവത്തിൻ്റെ നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ.
ഏറെയേറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ വന്നിടൂ കേൾക്കുവാനാ എന്നേശുവേ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥാ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെയേറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ വന്നിടൂ കേൾക്കുവാനാ എന്നേശുവേ. മിത്രവുമായി പിണങ്ങി ഞാൻ ബന്ധങ്ങളറ്റുപോയി, കഴിയുന്നില്ല പൊറുത്തിടാൻ. സ്വാർത്ഥനായി പലരെയും നോവിച്ചുവെങ്കിലും ക്ഷമ ചോദിക്കാൻ മടിച്ചു ഞാൻ. പല നാൾ പൊളിവാക്കാൻ ക്രൂശിച്ചു പലരെയും, സത്യം പറഞ്ഞില്ല ഞാൻ. ഉള്ളം കാണുന്ന നാഥ, ശക്തി പകരൂ നാഥ. പാപത്തിൻ വഴികൾ ഞാൻ ശ്രമിച്ചു വെടിയുവാൻ, പാപത്തിൽ തന്നെ പതിച്ചു. പ്രാർത്ഥനയിൽ അനുദിനം വളരാൻ നോക്കി ഞാൻ, ചില നാൾ ജപങ്ങൾ മുടങ്ങി. നന്നായൊരുങ്ങാതെ പാപമേറ്റു പറയാതെ പല നാൾ കുർബാനയുണ്ടു. ഉള്ളം കാണുന്ന നാഥ, പാപം പൊറുക്കൂ നാഥ. ജീവിതയാത്ര തൻ ലക്ഷ്യം മറന്നു ഞാൻ, അതിദൂരം ഓടി വിവശനായി. വേല ചെയ്തു വലഞ്ഞെന്നെ പാണികൾ തളർന്നു പോയി, ഫലമൊന്നുമില്ലാതെ മനസ്സും. മാറാത്ത വ്യാധികൾ എന്നിൽ പടരവേ, നോവേറ്റു പിടയുന്നു ഞാൻ. ഉള്ളം കാണുന്ന നാഥ, കാരുണ്യമേകൂ നാഥ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെയേറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും
വേദനകൾ വന്നിടു കേൾക്കുവാനാ എന്നേശുവേ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെയേറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ വന്നിടു കേൾക്കുവാനാ എന്നേശുവേ.